ഒരു എയർലൈൻ ടോപ്പിൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് പോക്കറ്റ് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആം ഹോളിന്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് 12 ഇഞ്ച് ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5.5 ഇഞ്ചാണ് നമ്മൾ പോക്കറ്റിന് കൈ കടത്താനുള്ള വിഡ്ത്തായിട്ട് നമ്മൾ വിട്ടു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ചാണ് ഇതിൽ സീം അലൗൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ 2 നോച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാൻ തുണി ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും നീളമുണ്ട്, അതായത് 12 ഇഞ്ച്. അപ്പൊ അതിൽ 5.5 ഒന്നും 6.5 ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വിഡ്ത്ത് 6.5 ഇഞ്ച് 7 ഇഞ്ചോളം നമുക്ക് വിഡ്ത്ത് എടുക്കുക. അതും ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുക. ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ജോലി ഇതിനൊരു ഷേപ്പ് കൊടുക്കലാണ്. അപ്പോൾ 12 ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ ഇതിൽ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിന് നമ്മൾ ഇതുപോലൊരു കർവി ആയിട്ടുള്ള ഷേപ്പ് ആണ് കൊണ്ടുവരിക. ഈ സൈഡിൽ നിന്ന് നമ്മൾ 6.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇതുപോലൊരു ഷേപ്പ് ഏറ്റവും ആദ്യം കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നമ്മളുടെ സൗകര്യം അനുസരിച്ച് ഇതിന്റെ ഷേപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി കർവായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കർവായിട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുക ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ 3/4 ഇഞ്ച് ഈ ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ എഡ്ജ് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് 2 തരത്തിൽ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക. ഇതുപോലെ ഈ എൻഡിലും ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് അകമ്പുറം തിരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിന്റെ ഈ എൻഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ പോക്കറ്റിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇത് അറ്റാച്ച് ചെയ്യലാണ്. അറ്റാച്ച് ചെയ്യലും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നോക്കുക, ഇത് നമ്മുടെ ടോപ്പാണ്. ടോപ്പിന്റെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗമാണത് പോക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും ആദ്യം ഈ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടുന്ന് നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 1 ഇഞ്ചിലാണ് പോക്കറ്റിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ അവിടെ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് രണ്ടാമത് നമ്മൾ സ്ലീവിന്റെ എൻഡ് വരെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ സൈഡ് സീം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഈ പോക്കറ്റ് കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോക്കറ്റ് ഇതുപോലെ 2 സൈഡിലേക്കായിട്ട് മടക്കി വെക്കുക. ഓക്കെ, നമ്മൾ 3/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വിട്ട ഭാഗം. അതിനുശേഷം ഇവിടെ ഈ നമ്പർ ഇടുന്നത് പോലെ താഴെ 1, മുകളിൽ 2, അതുപോലെ ഇവിടെ 2 ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇനി ഈ 2 സൈഡുകൾ തമ്മിൽ നമുക്ക് മാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണി. അപ്പോൾ 1 എഴുതിയ ഭാഗം ഇതുപോലെ ഏറ്റവും ആദ്യം എടുത്തിട്ട് 1 എന്നുള്ള നമ്പർ ഇട്ട ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ 2 എന്ന നമ്പർ ഇട്ട ഭാഗം ഇപ്പുറത്തും വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ കയറി ഒന്നിന്റെ മുകളിലൊന്ന് കയറി സ്റ്റിച്ച് ആവാതെ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിവിടെ വിരൽ വെക്കുമ്പോൾ വിരലുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ താഴത്തെ പീസ് ആ ജോയിന്റ് തടയും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇതുപോലെ തന്നെ ഇതിന്റെ ഇങ്ങേ സൈഡ് നമ്പർ 2 എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ തിരിച്ചു വെച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുള്ള കുർത്തികളിലും ഇതുപോലെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ കുർത്തിയിലും ഇതുപോലെ അറ്റാച്ച് ചെയ്യാം. തയ്ച്ചു കഴിഞ്ഞ ഭാഗം തമ്മിൽ കൂട്ടി ജോയിന്റ് ആവാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
കറക്റ്റ് ആ ജോയിന്റിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി നമ്മളുടെ സ്റ്റിച്ചിങ് പരിപാടി തീർന്നു. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക പോക്കറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലേറ്റസ്റ്റ് ടൈലറിംഗ് ടൂൾസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്.